ഡെൻ അവിടെ താമസിക്കുന്ന ആരാണ് ഡെൻ റൂമിൽ? ഇപ്പോൾ ലാലേട്ടൻ വന്നപ്പോൾ ഡെൻ റൂമിൽ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അൻസിബയും ജിൻഡോയും ജാസ്മിനുമാണ് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. അപ്പോൾ ഡെൻ റൂം കാണിക്കുന്നുണ്ട്, ഫുള്ള് വൃത്തികേടായിട്ടാണ്. അപ്പൊ അവരും പറയുന്നുണ്ട് അല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. എനിക്കറിയാൻ പാടില്ല. എന്റെ 2-3 ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്, ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചതാണ്. ജിൻഡോയും അൻസിബയൊക്കെ സോറി പറഞ്ഞിട്ടും ഒരു സോറി പറയാൻ പോലും ജാസ്മിൻ കൂട്ടാക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ജാസ്മിൻ എത്രത്തോളം വൃത്തിയുണ്ടെന്നുള്ളത്. പക്ഷെ ജാസ്മിൻ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൂടിട്ടത്. ഏറ്റവും വൃത്തിഹീനമായൊരു പ്രവൃത്തിയാണ് ജാസ്മിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും വീണ്ടും ഒരു സോറി ചോദിക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല. എല്ലാവരും പോയിട്ട് പെട്ടെന്ന് എടുത്തിട്ടുള്ളതാണ്. വീണ്ടും ടിഷ്യൂ അലക്ഷ്യമായിട്ട് വലിച്ച് എറിഞ്ഞിട്ട് പോയേക്കുവാണ്. അത്രയും പേര് താമസിക്കുന്നല്ലേ, കുറച്ചെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ? എല്ലാവർക്കും വേണ്ടി പാചകം ചെയ്യുന്നതാണ്. അതേ നോക്കിക്ക് ഇളക്കിയിട്ട് സ്പൂണും കൊണ്ട് സ്വന്തം വായിലൊഴിച്ച് കഴിക്കുന്നു. ഇതൊക്കെ മറ്റുള്ളവർ എങ്ങനെ വിശ്വസിച്ച് കഴിക്കും? പിന്നെ പുതിയതായിട്ട് കണ്ടൊരു കാര്യമാണ്, നമ്മൾ പിള്ളേരോടൊക്കെ പറയില്ലേ കയ്യിലെ നഖം കടിക്കരുതെന്ന്. പക്ഷെ ആരും കാലിലെ നഖം കടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് ജാസ്മിൻ്റെ പുതിയ കാലിലെ നഖം കടി. ആ കുട്ടി ആ ബിഗ് ബോസ് കാണുന്നവർക്കറിയാം, അവിടെ ചെരുപ്പിടാറില്ല, ബാത്റൂമിൽ വരെ ചെരുപ്പിടാതെ കയറുന്നതെന്നാണ് പറയാറ്. എന്നിട്ട് ആ കാല് വായിൽ വെച്ച് നഖം കടിക്കുകയാണ്. ഇതിനൊക്കെ ഇപ്പം എന്താ പറയണ്ടേ? അതൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പറയും എൻ്റെ കാലല്ലേ, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. ഇതായിരിക്കും ആൻസർ. അങ്ങനെ ജാസ്മിൻ്റെ ഇതുപോലുള്ള ധാർഷ്ട്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പ്രേക്ഷകർ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ജാസ്മിൻ ഇനിയും ഔട്ടാകാതെ ബിഗ് ബോസിൽ നിൽക്കുന്നത്.